ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. നല്ല തിരക്കുള്ള റോഡ് മുറിച്ചെടുക്കാൻ എന്തൊക്കെ വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത പണ്ട് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അടിയിൽ കൂടെ തുരങ്കണ്ടാക്കി അപ്പുറത്തേക്ക് കിടക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷിയെമാതിരി പറന്ന് മറുവശത്തെത്താം. എന്നാൽ ഇതൊക്കെ ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്കുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ കാര്യം പറയാനാ. റോഡ് മുറിച്ചെടുക്കുന്നത് അപകടങ്ങൾക്ക് കാരണം ഉണ്ടാവും എന്ന് പറഞ്ഞ് നല്ല ഉയരത്തിൽ റോഡിൻ്റെ നടുവിൽ ഡിവൈഡറുകളൊക്കെ അങ്ങോട്ട് വെച്ചു. റോഡ് മുറിച്ചെടുക്കാൻ ലിഫ്റ്റും എസ്കലേറ്ററൊക്കെ അങ്ങോട്ട് സ്ഥാപിച്ചു. എന്നാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഏത് സാധനം കേടുന്ന നേരേക്കണമല്ലോ. എന്നാൽ ഇത് ഈ ലിഫ്റ്റിനും എസ്കലേറ്ററിനൊന്നും ബാധകമല്ല. 2 മാസത്തിലധികമായിട്ട് ഈ എസ്കലേറ്റർ കേടെന്ന് കിടക്കുകയാണ്. വേനൽക്കാലത്ത് പ്രത്യേകിച്ചും യാത്രക്കാർ റോഡ് കടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ബെൽറ്റിന് തകരാറ് സംഭവിച്ച് അതിൻ്റെ പടി അങ്ങോട്ട് പൊട്ടി വീണു. നന്നാക്കിച്ചാലും 2 മാസം കൊണ്ട് പിന്നെയും കേടായി. ആദ്യം ഒരു എസ്കലേറ്ററിനാണ് കേടുവന്നത്, പിന്നീട് 2 അങ്ങോട്ട് തകരാറിലായി. ഇതോടുകൂടി മുകളിലേക്കും താഴേക്കും പോവാൻ പടികളെ ആശ്രയിക്കേണ്ട ഗതികേടായി ആളുകൾക്ക്. റോഡിൻ്റെ നടുവ് കൂടെ മുറിച്ചു കിടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഡിവൈഡറിൻ്റെ മുകളിൽ കമ്പികളൊക്കെ ഉറപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി സ്റ്റേഡിയത്തിന് മുമ്പെന്ന് പടി ചവിട്ടി കയറി മേൽപ്പാലത്ത് കൂടെ അക്കരെ കിടക്കുകയാണ് കാൽനട യാത്രക്കാർ. ഇടയ്ക്കിടയ്ക്ക് ലിഫ്റ്റും പണിമുടക്കുണ്ട്. 11 ചില്ലാനം കോടി ഉറുപ്പ്യ ചെലവാക്കി 2020 നവംബറിലാണ് ഈ മേൽപ്പാലം തുറന്നത്. ഇപ്പോഴത്തെ കേടുപാട് നന്നാക്കേണ്ടത് നിർമ്മാണം കരാറെടുത്ത കമ്പനിയല്ലാന്നും എസ്കലേറ്റർ കമ്പനിയാണെന്നുമാണ് അധികൃതരുടെ ഭാഷ്യം. എസ്കലേറ്റർ ആണെച്ചാലും കയറാൻ കോണിയെങ്കിലും ഉണ്ടല്ലോ. വയസ്സായ ആളുകളുടെ കാര്യമാണ് കഷ്ടം. എന്തായാലും നേരേക്കണം. അപ്പോൾ കേടുവരുമ്പോൾ തന്നെ നേരേക്കല്ലേ നല്ലത്. ആളെ വെറുതെ കഷ്ടപ്പെടുത്തണോ? ഇതൊന്നും കാണാൻ കോർപ്പറേഷനോ അധികാരികൾക്കോ കണ്ണില്ല എന്നുള്ളത് കഷ്ടം തന്നെയാണേ. ഇതൊക്കെ അധികൃതരുടെ ശ്രദ്ധയപ്പെടുത്തേണ്ട ആളിൽ എന്താ ചെയ്യണമെന്നാണ് ഒരു രൂപമില്ലാത്ത. ഉറങ്ങണ ആളിനെ വിളിച്ചുകൊടുത്താൻ എളുപ്പാ. എന്നാൽ ഉറക്കം നടിച്ച് കിടക്കണവരെയോ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. മാലിന്യ നഗരങ്ങളുടെ ഒരു പട്ടികയുണ്ട്. അതിൽ ഇങ്ങനെ മലിനായ 20 നഗരങ്ങളുടെ പട്ടികയിൽ 13 ഇന്ത്യയിലാണത്രേ. സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജിയുടെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച പട്ടിക പുറത്തുവിട്ടത്. ഇക്കുറിയും ഡൽഹി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മലിനായിട്ടുള്ള തലസ്ഥാന നഗരം. അസമിലെ ബനീർഹാട്ടാണത്രേ ഏറ്റവും മലിനായിട്ടുള്ള നഗരത്തിലെ 1ാം സ്ഥാനം. പഞ്ചാബിലെ മുളൻപൂർ, ഫരീദാബാദ്, മഹാരാഷ്ട്രയിലെ ലോനി, ഗുരുഗ്രാം, മുസാഫർ നഗർ തുടങ്ങിയ നഗരങ്ങളും പട്ടികയിലുണ്ട്. മുമ്പ് 3ാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക്, ഇത്തവണ 5ാം സ്ഥാനം. ഇനി ചുരുക്കത്തിൽ വെള്ളവും വായുവൊക്കെ വില കൊടുത്ത് മേടിക്കേണ്ടി വരുമോ? വിമാനം തട്ടിക്കൊണ്ടുപോണ വാർത്തയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട്. എന്നാൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഒരു സംഘം തോക്കുധാരികൾ ഒരു ട്രെയിനാണത്രേ തട്ടിക്കൊണ്ടുപോയത്. 100ഓളം യാത്രക്കാരെ ബന്ദികളാക്കി. എന്നാൽ ഇതിൽ 80 പേരെ മോചിപ്പിച്ചു എന്നാണ് സുരക്ഷാസേന പറയണത്. 13 വിഘടനവാദികളും കൊല്ലപ്പെട്ടു അത്രേ. ലോക്കോ പൈലറ്റും മരിച്ചു എന്നാണ് വിവരം. കൊറ്റേന്ന് 500ഓളം യാത്രക്കാരായിട്ട് പെഷാവറിലേക്ക് പോവായിരുന്ന ജാഫർ എക്സ്പ്രസ് ആണത്രേ തീവ്രവാദികൾ ആക്രമിച്ചത്. ഒരു തുരങ്കത്തു കൂടെ പോകുമ്പോഴായിരുന്നു അത്രേ ആക്രമണം. എന്നാൽ ഈ ട്രെയിൻ തട്ടിക്കൊണ്ടുപോകൽ നമ്മുടെ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. 2009 ഒക്ടോബർ 27 1200 യാത്രക്കാരായിട്ട് ഭുവനേശ്വറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയിരുന്ന രാജധാനി എക്സ്പ്രസ് ബംഗാളിലെ വനമേഖലയിൽ തടഞ്ഞ് ഡ്രൈവർമാരെ ബന്ദികളാക്കിയത് മാവോയിസ്റ്റുകളാണ്. 5 മണിക്കൂറാണ് ഇവർ ഡ്രൈവർമാരെ ബന്ദികളാക്കിയത്. ഭീഷണിക്ക് വഴങ്ങാണ്ട് സൈനിക നടപടിയായിട്ട് മുന്നോട്ട് നീങ്ങിയ സർക്കാർ CRPFനെ ഉപയോഗിച്ച്
ഇവരെ നേരിട്ടതോടുകൂടി അക്രമികൾ അങ്ങോട്ട് പിൻവാങ്ങി, ഡ്രൈവർമാരെ വിട്ടയച്ചു. പശ്ചിമ മിഡ്നാപൂരിലെ ബൻസ്ഥല വനമേഖലയിലായിരുന്നു സംഭവം. ഇറാൻ അതിർത്തിയിലെ നഖിജേവൻ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് 1991 1997 മെയ് മാസം നെതർലാൻഡ്സിലും 2006 ഡിസംബർ 10 ജാർഖണ്ഡിലെ കനുമഹാലിയിലും ജാർഖണ്ഡിലെ തന്നെ ലദേഹറിലെ 2009 ഇതുപോലെ തീവണ്ടികൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. സൗകര്യങ്ങൾ കൂടുന്തോറും ഇങ്ങനെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും കൂടുന്നുണ്ടെന്നാണ് അനുഭവങ്ങൾ. ഇതിനെ തടയാൻ ഇതിലും വലിയ സജ്ജീകരണങ്ങൾ നമ്മൾ നടപ്പാക്കേണ്ടി വരും. വീടിന് മുകളിൽ വെള്ളം കയറിയാൽ അതിന് മേലെ തോണിയതല്ലേ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. കോഴിക്കോട്ടെ 4-ാം ഗേറ്റ് ഒരു സ്വിച്ച് ഇട്ടാൽ തുറക്കും. റെയിൽവേ ലെവൽ ക്രോസിന്റെ കാര്യമാണ് പറയണത്. ഇനി ഇതിന്റെ പ്രവർത്തനം വൈദ്യുതിയിലാണ് നടക്കാൻ പോണത്. 100 കൊല്ലത്തിലധികമായിട്ട് ജീവനക്കാര് ചക്രം തിരിച്ച് ഉയർത്തും താഴ്ത്തും ചെയ്തിരുന്ന ലെവൽ ക്രോസ് ബാർ ഇനി ഒരു സ്വിച്ചാണിട്ടാൽ ഉയരും താഴും ചെയ്യും. കോഴിക്കോട് നഗരത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച ലെവൽ ക്രോസാണ് 4-ാം ഗേറ്റിൽ വരാൻ പോണത്. അപ്പം ഇനി ലെവൽ ക്രോസ് ഉയർന്നതും താഴ്ന്നതൊക്കെ ശിവേഗത്തിലും കാര്യക്ഷമതയോടും കൂടിയാവും. ഓട്ടോമാറ്റിക് ആയാലും ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രവർത്തനത്തിന് തകരാറുണ്ടായാൽ ഗേറ്റ് പഴയപടി പ്രവർത്തിപ്പിക്കാനും കഴിയും. വൈദ്യുതി മുടങ്ങിയാൽ ബാക്കപ്പിനുള്ള സംവിധാനമുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കൊയിലാണ്ടി അടുത്ത് 2 പേര് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അതിലൊരാൾ തൻ്റെ പച്ചക്കറി വാങ്ങിയ തൻ്റെ സഞ്ചി മുമ്പിൽ അടഞ്ഞു കിടന്ന റെയിൽവേ ഗേറ്റിൻ്റെ മുകളിൽ തൂക്കിയിട്ടു. കുറച്ച് മുമ്പത്തെ കാര്യമേ പറയണത്. കുറച്ച് കഴിഞ്ഞ് വർത്താനം പറഞ്ഞപ്പോൾ സുഹൃത്ത് പറഞ്ഞുത്രേ, എന്നാൽ നീ നാളെ കാണാം, എന്താ പോവായില്ലേ? അപ്പോൾ മറ്റാൾ പറഞ്ഞുത്രേ, പോവാൻ കുറച്ച് താമസമുണ്ട്, മംഗള എക്സ്പ്രസ് വന്നാലേ എനിക്ക് പോകാൻ പറ്റൂ. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചുത്രേ, മംഗള എക്സ്പ്രസ്സോ? അതിന് താനെങ്ങടാ പോണേ? അപ്പോൾ പറഞ്ഞുത്രേ, എൻ്റെ പച്ചക്കറി സഞ്ചി ഞാൻ ഇതിൻ്റെ മുകളിൽ തൂക്കിയിട്ടിരുന്നു, എന്നാൽ ഗേറ്റ് തുറന്നപ്പോൾ സഞ്ചി മുകളിലെത്തി. ഇനി മംഗള എക്സ്പ്രസ് പോയാലേ അത് താഴത്തേക്കെത്തൂ, എന്നിട്ട് വേണം എനിക്ക് പോവാൻ. ചിരട്ടയ്ക്കും ചിരട്ടക്കരിക്കും വില കുതിക്കണമെന്നാണ് റിപ്പോർട്ട്. 1 ടൺ ചിരട്ടക്കരി കിട്ടണമെങ്കിൽ 65,000 ഉറുപ്യ എണ്ണിക്കൊടുക്കണം. എന്നാൽ ഇതിൻ്റെ കാരണോ നാളികേര ഉൽപ്പാദനത്തിലെ കുറവ് തന്നെ. 1 വർഷം കൊണ്ട് ഇരട്ടിയിലേറെയാണത്രേ വില വർധന. ചിരട്ടയുടെ ക്ഷാമം കാർബൺ ഉൽപ്പാദന മേഖലയ്ക്കും തിരിച്ചടിയായി എന്നാണ് പറയണത്. എന്നാൽ വില കൂടിയിട്ടും വിപണിയിൽ നാളികേരം വരുന്നില്ലാത്രേ. നാളികേരം ഉൽപ്പാദന കേന്ദ്രങ്ങളായിട്ടുള്ള കേരളം, തമിഴ്നാട്, കർണാടക ഇവിടൊക്കെ ഇതന്നെയാ സ്ഥിതി. 2024 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 1 ടൺ ചിരട്ടക്കരിക്ക് 28,000 ഉറുപ്പ്യായിരുന്നു വെച്ചാൽ ഇപ്പം അത് 65,000 ഉറുപ്പ്യാണ്. 4 കൊല്ലത്തെ ചരിത്രത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണത്രേ ഇങ്ങനൊരു ക്ഷാമം. എന്നാൽ ചിരട്ട തേടി ആൻഡമാനിലേക്കൊക്കെ പോവുകയാണത്രേ കമ്പനികൾ. ഇതൊക്കെ വിപണിയിലെ കാര്യമായിരിക്കും. നാളികേരത്തിന് 65-68 ഉറുപ്പ്യ കിലോന്. എന്നാൽ പാവപ്പെട്ട കർഷകർക്ക് ഒരു നാളികേരത്തിന് 10-15 ഉറുപ്പ്യേ കിട്ടുന്നുള്ളൂ. ലാഭം കൊയ്യണതൊക്കെ ഇടത്തട്ടുകാരല്ലേ. തല്ലും കുത്തും ചെണ്ടയ്ക്ക് പൊന്നും പണവും മാരാർക്കാന്ന് കേട്ടിട്ടില്ലേ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. നമ്മുടെ നാട്ടിൽ ചൂട് കൂടുകയാണ്. ചൂട് കൂടുമ്പോൾ സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഊട്ടി, കൊടൈക്കനാൽ ഇത്യാദി സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെന്ന് ഇയാൾ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ ഒരു ദിവസം കിടക്കണ ബസ്സുകളുടെ പരിധി നിശ്ചയിച്ച് മദ്രാസ് ഹൈക്കോടതി വിധി അങ്ങോട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെ വേനൽക്കാലത്താണ് നിയന്ത്രണം ഉണ്ടാവുക. ഊട്ടിയിലേക്ക് 8,000-ഓളം വണ്ടികളും മറ്റു ദിവസങ്ങളിൽ 6,000-ഓളം വണ്ടികളും മാത്രമേ കടത്താൻ പാടുള്ളൂ. കൊടൈക്കനാലിൽ ഇത് 6,000-4,000 എന്നാൽ സർക്കാർ ബസ്സുകൾ, തീവണ്ടികൾ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നവർക്കും
തദ്ദേശവാസികളുടെ വാഹനങ്ങളിലെത്തുന്നവർക്കും നിയന്ത്രണം ബാധകമല്ല. അപ്പം ആദ്യം തന്നെ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുക. ഈ 6000-ലും 4000-ലൊക്കെ പെടാൻ നോക്കുക. ആദ്യം എണീക്കണ പക്ഷികൾക്കല്ലേ ഇര കിട്ടുക. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ഷർട്ട് മുണ്ടൊക്കെട്ട് 30 കൊല്ലത്തോളം മലയാളിയായിട്ട് ജീവിച്ച ജർമ്മൻകാരൻ പ്രേം മനസ്വി എന്ന് പറയുന്ന ഹെയ്ൻസ് ജോഹന്നാസ് പോള് ഇവിടുത്തെ ജീവിതം മതിയാക്കി ജർമ്മനിയിലേക്ക് പോവാൻ തീരുമാനിച്ചു. 84-ാം പിറന്നാളിനെ തുടർന്നാണത്രേ ഇദ്ദേഹം മനയൊക്കെ വിറ്റ് സ്വദേശമായിട്ടുള്ള ജർമ്മനിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങണത്. പൂനെയിലുള്ള ഓഷോ കമ്മ്യൂണിൽ പരിചയപ്പെട്ട ചേർപ്പ് സ്വദേശിയായിട്ടുള്ള അലോകുമാർ മുഖേനയാണത്രേ ഈ പ്രേം മനസ്വി 1992 കേരളത്തിലെത്തിയത്. 1995 പെരുമ്പിള്ളിശ്ശേരിയിലെ ആലങ്ങാട്ട് മന വാങ്ങി. ജർമ്മനിയിലെ അധ്യാപകനായിരുന്നു ഇദ്ദേഹം. സാംസ്കാരിക പാരമ്പര്യം, ചരിത്രം, വാസ്തുവിദ്യ, കലാരൂപം ഇത്യാദിയൊക്കെ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. മനയിൽ സ്വന്തം ചെലവിൽ പാരമ്പര്യകലകൾ നാടിന് പരിചയപ്പെടുത്തി. നങ്ങ്യാർകൂത്ത്, ചാക്യാർകൂത്ത്, തോൽപ്പാവക്കൂത്ത്, മേളം, പഞ്ചവാദ്യം, മോഹിനിയാട്ടം, കർണാടക ഹിന്ദുസ്ഥാനി വിദേശ സംഗീത കച്ചേരികൾ ഇത്യാദികളൊക്കെ ഇവരുടെ കാലത്ത് മനപ്പറമ്പിലും നടുമുറ്റത്തൊക്കെ ആയിട്ട് നടന്നു. നങ്ങ്യാർകൂത്ത്, ചാക്യാർകൂത്ത്, തോൽപ്പാവക്കൂത്ത്, മേളം, മിഴാവിൽ പഞ്ചവാദ്യം, മോഹിനിയാട്ടം, കർണാടക ഹിന്ദുസ്ഥാനി വിദേശ സംഗീത കച്ചേരി ഇത്യാദികളൊക്കെ നടുമുറ്റത്തും മനപ്പറമ്പിലൊക്കെ ആയിട്ട് അരങ്ങേറി. 3 ഏക്കറിലധികം വരുന്ന മനപ്പറമ്പ് ചെടികളും മരങ്ങളും കൊണ്ട് അങ്ങോട്ട് സമൃദ്ധാക്കി. വളപ്പിലെത്തണ ജീവികൾക്ക് പേരുകൊടുത്ത് അവയൊക്കെ സ്നേഹിച്ചു. അമ്മൂന്ന് പേരിട്ട കുളത്തില് ആമ മുതൽ മലയെണ്ണാൻ വരെ മനയിലെ അന്തേവാസികളാണ്. ചികിത്സയുടെ ഭാഗമായിട്ടാണത്രേ നാട്ടിലേക്ക് പോണത്. അവസരം കിട്ടുമ്പോഴൊക്കെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നാണ് പ്രേം മനസ്വി പറയണത്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്നാണല്ലോ. അമ്മയും ജനിച്ച നാടും സ്വർഗത്തേക്കാൾ വലുതാണെന്നാണല്ലോ പറയുക. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. വിജ്ഞാപനമില്ല, ഹാൾ ടിക്കറ്റും ഇല്ല, റിസൾട്ടും ഇല്ല. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് പഠന വകുപ്പിലെ 1ാം സെമസ്റ്റർ PG പരീക്ഷയുടെ കാര്യഹേ പറയണത്. വിജ്ഞാപനമില്ലാണ്ടിയും വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കാണ്ടിയും ഹാൾ ടിക്കറ്റ് ഇല്ലാണ്ടിയും ഒരു പരീക്ഷ. ഡിസംബർ 6 മുതൽ 18 വരെ ആയിരുന്നു ഈ പരീക്ഷ. എന്നാൽ ഇങ്ങനെയുള്ളതുകൊണ്ടായിരിക്കും 3 മാസമായിട്ടും പരീക്ഷാഫലവും വന്നിട്ടില്ല. എന്നാൽ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഇതേ പരീക്ഷ ക്രമപ്രകാരം തന്നെ നടന്നു. നവംബർ 23-ന് വിജ്ഞാപനം വന്നു. വിദ്യാർത്ഥികൾ പരീക്ഷാ ഫീസ് അടച്ചു, ഹാൾ ടിക്കറ്റും കിട്ടി. ജനുവരി ആദ്യവാരം നടന്ന ഈ പരീക്ഷയുടെ ഫലം ഫെബ്രുവരി 19-ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കാലിക്കറ്റ് സർവകലാശാലയിൽ പരീക്ഷാ കൺട്രോളറുടെ ഓഫീസ് മുഖേനയാണത്രേ ഈ പരീക്ഷ നടത്താറ്. എന്നാൽ CCSS എന്ന PG അക്കാദമിക് കമ്മിറ്റി മുഖേനയാണത്രേ 1ാം സെമസ്റ്റർ PG പരീക്ഷ മുതൽ നടക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ ചേർന്ന അക്കാദമിക് കൗൺസിൽ യോഗം ഇത് അംഗീകരിച്ചിരുന്നു. കെയറീപ്പ് സോഫ്റ്റ്വെയർ നടപ്പാക്കൽ വൈകിയതുകൊണ്ടാണത്രേ ഇങ്ങനെ ഉണ്ടായത്. അഫിലിയേറ്റഡ് കോളേജുകളിൽ നിന്നും വ്യത്യസ്തമാണ് CCSSന്റെ നടപടിക്രമം എന്നാണ് കമ്മിറ്റിയുടെ കൺവീനർ പറയണത്. നിലവിൽ അക്കാദമിക് കലണ്ടർ പ്രകാരം പരീക്ഷ നടത്തിയിട്ടുണ്ടെന്നും ഫലപ്രഖ്യാപനം ഉടൻ ഉണ്ടാവുമെന്നാണ് കൺവീനർ പറയണത്. പരീക്ഷ എഴുതി ഫലം വരാത്തത് മനസ്സിലാക്കാം. എന്നാൽ പരീക്ഷ എഴുതാണ്ട് ഫലം വരണ കേസുകളും പണ്ട് ഉണ്ടായിട്ടുണ്ട്. ദീപസ്തംഭം മഹാശ്ചര്യം ഇനി അടുത്ത ഞായറാഴ്ച രാത്രി 7:35 അരങ്ങത്ത് C. കൃഷ്ണകുമാർ, നിർമ്മാണ സഹായി വിനോദ് കീഴടത്ത്. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം.